എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നാരായണീയം 31-ാം ദശകത്തിലെ അവസാന ശ്ലോകത്തെക്കുറിച്ച്, അതായത് 10-ാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം. ഹരേ നാരായണ. ദർപ്പോചിത്യൈ വിഹിതമഖിലം ദൈത്യസിദ്ധോസി പുണ്യൈർലോകസ്തേസ്തു ത്രിദിവ വിജയീ വാസവത്വം ച പശ്ചാത് മത്സായുജ്യം ഭജജ പുനരിത്യന്വഗൃഹ്ണാബലിം തം വിപ്രൈ സന്ധാനിതമഘവര പാഹി വാതാലയേശ. ഓം ശ്രീകൃഷ്ണാർപ്പണം. ശ്രീകൃഷ്ണായ നമോ നമഃ. ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം. ദർപ്പോചിത്യൈ, അഹങ്കാരം നീക്കാൻ വേണ്ടിയാണ്. ആരുടെ? മഹാബലിയുടെ. വിഹിതം അഖിലം, ഞാൻ ഈ ചെയ്തതെല്ലാം. ആര്? ഭഗവാൻ. ദൈത്യ, ഹേ അസുരശ്രേഷ്ഠ. സിദ്ധ അസി പുണ്യൈ, പുണ്യകർമ്മങ്ങൾ നിമിത്തം സകല സിദ്ധികളും കൈവന്നവനായിരിക്കുന്നു അങ്ങ്, അതായത് മഹാബലി. ലോക തേ അസ്തു, ശ്രേഷ്ഠമായ ലോകം നിനക്കു ഭവിക്കട്ടെ. എങ്ങനെയുള്ള? ത്രിദിവ വിജയീ, സ്വർഗത്തേക്കാൾ ശ്രേഷ്ഠമായ. വാസവത്വം ച പശ്ചാത്, പശ്ചാത് വാസവത്വം ച, പിന്നീട് ഇന്ദ്രസ്ഥാനവും അങ്ങേക്കുണ്ടാകും. പിന്നെയോ? പുന മത്സായുജ്യം ച ഭജ, അതിനുശേഷം എൻ്റെ സായുജ്യവും പ്രാപിക്കും. ഇതി തം ബലിം അന്വഗൃഹ്ണ, എന്ന് മഹാബലിയെ അങ്ങ് അനുഗ്രഹിച്ചു. വിപ്രൈ, ബ്രാഹ്മണരെ കൊണ്ട്. അതായത് അവിടെ വിശ്വജിത്ത് എന്ന യാഗം നടക്കുകയായിരുന്നല്ലോ. അസുരഗുരുവായ ശുക്രാദികളായ ബ്രാഹ്മണരെ കൊണ്ട്. സന്ധാനിതമഘവര, മഹാബലിയുടെ യാഗക്രിയകൾ പൂർത്തിയാക്കിയ. ഹേ ഗുരുവായൂരപ്പ പാഹി വാതാലയേശ, അല്ലയോ ഗുരുവായൂരപ്പ എന്നെയും രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഭട്ടേരിപ്പാട്. ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം. എന്താ പറയണേ? ഹേ അസുര, അങ്ങയുടെ അഹങ്കാര ശമനത്തിനാണ് ഞാനിതെല്ലാം ചെയ്തത്. പുണ്യകർമ്മങ്ങൾ നിമിത്തം ജന്മസാഫല്യം നേടിയ അങ്ങ് സ്വർഗത്തേക്കാൾ മാഹാത്മ്യമേറിയ സുതല ലോകത്തിൽ വസിച്ചാലും അതിനുശേഷം അങ്ങേക്ക് ഇന്ദ്രസ്ഥാനവും എൻ്റെ സായുജ്യവും ലഭിക്കും എന്നിപ്രകാരം പറഞ്ഞ് ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരാൽ പൂർത്തിയാക്കപ്പെട്ട വിശ്വജിത് യാഗത്തോടുകൂടിയ അങ്ങ് മഹാബലിയെ അനുഗ്രഹിച്ചു. അല്ലയോ ഗുരുവായൂരപ്പ എന്നെയും അനുഗ്രഹിക്കണമേ. ഹരേ കൃഷ്ണ.